രാജ്യം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വരികയുണ്ടായി. തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ BJP വിജയം നേടിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പടക്കം സമീപകാലത്ത് BJP ജയിച്ച തിരഞ്ഞെടുപ്പിൽ EVM തിരിമറി നടന്നെന്നും ഖാർഗെ ശക്തമായി ആരോപിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംശയത്തിന്റെ നിഴലിലാണെന്നാണ് ഖാർഗെ പറയുന്നത്. ലോകം മുഴുവൻ ബാലറ്റിലേക്ക് ഇപ്പോൾ മാറുകയാണ്, പക്ഷെ നാം ഇപ്പോഴും EVM ഉപയോഗിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ തട്ടിപ്പാണ്. അത് തെളിയിക്കാൻ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഭരണകക്ഷിക്ക് ഗുണം ചെയ്യുന്നതും പ്രതിപക്ഷത്തിന് പ്രതികൂലമായി ബാധിക്കുന്നതുമായ തന്ത്രങ്ങളാണ് നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് കേന്ദ്രം കൂടുതൽ ശ്രമിക്കുന്നതെന്നും വഖഫ് ചർച്ച രാത്രി വൈകിയും നീട്ടിക്കൊണ്ടുപോയതും ഒരു ധ്രുവീകരണ ലക്ഷ്യമിട്ടെന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവിന് സഭയിൽ സംസാരിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല. സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധം എന്നത്തെക്കാളും മോശമാണ്. കോൺഗ്രസ് സർക്കാരുകളെ പ്രത്യേകിച്ച് അവഗണിക്കുകയാണ്. മാത്രമല്ല ഫണ്ട് നൽകുന്നില്ല. ഗവർണർമാരെ ആയുധമാക്കുകയാണ്. മോദിയുടെ OBC പ്രേമം ശരിക്കും വ്യാജമാണ്. പാവപ്പെട്ട OBCക്കാർക്കായി ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഖാർഗെ തുറന്നു പറഞ്ഞു. BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഖാർഗെ തന്റെ പ്രസംഗത്തിലുടനീളം ഉന്നയിച്ചത്. രാജ്യത്തെ സ്ഥാപനങ്ങളെല്ലാം കോൺഗ്രസ് ഭരണകാലത്ത് നിർമ്മിച്ചതുമാണ്. എല്ലാത്തിന്റെയും ശില്പി താനാണെന്നാണ് ഇപ്പോൾ മോദി അവകാശപ്പെടുന്നത്. ED, CBI, IB പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണെന്നും ഖാർഗെ ശക്തമായി തന്നെ കുറ്റപ്പെടുത്തി. കേന്ദ്ര സംസ്ഥാന ബന്ധം ഇതുപോലെ മോശമായൊരു കാലമില്ല. മാന്യമായ ഇടപാടുകളാണ് UPA സർക്കാരിന്റെ കാലത്ത് കൂടുതലും നടത്തി വന്നിരുന്നത്. UPM നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച് ഗവർണർമാർ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ശരിക്കും മോദിയുടെ അജണ്ടയാണ്. സംസ്ഥാന ഭരണത്തിൽ ഇടപെടാനുള്ള മോദിയുടെ ഒരു മാർഗമായിരുന്നു ഗവർണർമാർ എന്നത്. ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി മോദി സർക്കാരിനേറ്റ തിരിച്ചടി കൂടിയാണ്. മോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ കൊണ്ടുവന്നത്? ജനങ്ങളുടെ ദാരിദ്ര്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നോക്ക വിഭാഗത്തിന്റെയും ദളിതരുടെയും അവസ്ഥയിലും യാതൊരു മാറ്റവും ശരിക്കുമില്ല. മോദിയുടെ OBC പ്രേമം ശരിക്കും വ്യാജമാണ്. വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രം. പാവപ്പെട്ട മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കായി മോദി ഒന്നും ചെയ്യുന്നില്ലെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ ഊർജം കോൺഗ്രസിന് കൂടുതൽ ശക്തി നൽകുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ ആശീർവാദവും ഉണ്ടാകുന്നുണ്ട്. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഇനി ഊർജ്ജസ്വലനാകണം. രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വരുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വെളിപ്പെടുത്തി.